മുട്ടേണം ചോറ് വെക്കണം. അപ്പൊ ഉമ്മ എടുത്തൊരു ചെരുപ്പ് ഈ ഒരു മോഡലാണ്. ഇതിന്റെ വേറൊരു മോഡൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എവിടെ കാക്ക? ഞാനില്ലല്ലോ. പോവാൻ വേണ്ടി എടുത്താട്ടോ. ഉമ്മന്റെ ഭാഗം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ഞാൻ വേണ്ട പറഞ്ഞില്ല. ഒക്കെ കിട്ടല് ഫർസൂന് മാത്രമാണ്. അപ്പൊ ഇന്ന് എനിക്ക് കിട്ടി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെന്ന് ശിവ എന്താക്കുന്നു ഉമ്മന്റെ മോള്? എന്താക്കുന്നു പറ. അത് അന്നുത്താത്തക്ക് വാങ്ങിയതല്ലേ. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ്, നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ കോഴിക്കോട് എത്തി. ബാസിക്കാക്കി ഉമ്മയും പപ്പയും എല്ലാവരും മലപ്പുറത്തേക്ക് പോയിട്ടോ. അപ്പം ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം പാട്ടൊക്കെ പാടി കൊടുക്കേ. പാട്ട് പാടേ. ഇത് ഞാൻ എന്നോട് ഇന്നലെ വാങ്ങിയതാട്ടോ. ഒരു തീവണ്ടി ആയിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. പിന്നെ നമ്മള് സിവക്ക് വാങ്ങിയൊരു പെൻകിനോ. ഇത് സിവ, ഇത് ഇഷ്ടായോ? പിന്നെ ഞാൻ ഇവർക്ക് കുറെ പെൻസില് കാര്യങ്ങള് സ്കെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇനി സ്കൂൾ തുറക്കുമ്പോൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതൊക്കെ ചുമരിന്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേ ഇവർ 3 പേരുള്ള ഡേ ആയിരിക്കും. സിവുവിനെ ഇവർ എങ്ങനെയാണ് കെയർ ആക്കുന്നത്, കളിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലെ സിവുമ്മ ഓരെ കളിപ്പിക്കാൻ പോവും. സിവു മ്പോ വിളിച്ചേ. മ്പോ വായിലിട്ട അടി കിട്ടും. വായിലിട്ടാൽ അടി കിട്ടും. എന്താണ് കുഞ്ഞു വായലാവോ? ഇതെങ്ങനാ കണക്ട് ചെയ്യാ? ഒന്ന് കണക്ട് ചെയ്ത് കണ്ട തിരികെ സിവ. ഇതെങ്ങനെ കണക്ട് ചെയ്യാ സിവ? എങ്ങനെ? ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഗൈസ്, നമ്മളെ സിവുവിന് ഫുഡ് കൊടുക്കുന്ന ഒരാള് ഇവിടെ വന്നാല് അന്നൂസാണ് കേട്ടാ. സിവു കുറച്ചേരായി ഫുഡ് കഴിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണല്ലോന്ന്. അപ്പൊ സിവുവിന് അതോള് മാന്തിയതാ. അപ്പൊ സിവുവിന് ഇന്നത്തെ ഫുഡ് പറഞ്ഞാൽ നെയ്ച്ചോറില് നമ്മള് കോഴിമുട്ട വെച്ചിട്ട് കൊടുക്കാണ് കേട്ടോ. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കാക്ക? ഞാനില്ലല്ലോ. ഞാനവിടെ. അന്നൂസ് എത്ര നേരം വേണമെങ്കിലും ഓളെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിന്നിക്കൂട്ടാ. ഇപ്പൊ വയറ് ഫുള്ളായിക്കണം കൊറേ നേരം തിന്നാൻ കൊടുത്തിട്ട്. ഓക്കെ, ഇതോള് തിന്ന് കഴിഞ്ഞിട്ട് ഞാനിനി അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ മാറ്റി ഇറങ്ങി സുന്ദരിയായിട്ടുണ്ട് പുറത്ത് പോവാൻ വേണ്ടിട്ട്. ഇതിപ്പോ അത് മനസ്സിലാവണില്ല. ഓർക്കണം പറയും. കുറച്ചു നേരം ഞാൻ വീഡിയോ ഓൺ ആക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ അന്നൂസ് പറഞ്ഞു വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന്. പിന്നെ രണ്ടാമത് വീഡിയോ ഓൺ ആക്കിയതാണ് കേട്ടോ. ഓക്കെ, അന്നൂസിനെ കാണാൻ നല്ല രസമല്ല. മുടിയൊക്കെ കെട്ടി ബോയ്ക്കട്ടൊക്കെ അടിച്ചു. ഉമ്മന്റെ ഒറ്റ പണിയാണ്, ഉമ്മ ചെയ്ത പണിയാണ്. ഉമ്മ അന്നൂസിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു. കുട്ടി അത്രയും ആറ്റ് നോറ്റുണ്ടാക്കിയ മുടിയായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ. ഇപ്പതാ ഈ ഒരു മുതലിന് ചെരുപ്പ് വേണം, പിന്നെ ഉമ്മക്ക് ചെരുപ്പ് വേണം. അനക്ക് എന്താ വേണ്ടിയേ? ഷൂസാ? അവൾക്ക് സ്കൂളിൽ പോകുമ്പോഴാനുള്ള ഷൂ ആണ് ജസ്റ്റ്. അപ്പം ഞാനും ഒരു ഷൂ അല്ല, എനിക്കൊരു നോർമലി ചവിട്ടാൻ ഒരു ചെരുപ്പ് നോക്കുന്നുണ്ട്. അപ്പം ഇമ്മ അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കാട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അങ്ങനത്തതോ? സ്കൂളിൽ പോകുമ്പോൾ ചവിട്ടാൻ പറ്റണ നോക്കാം. ഓക്കെ, ഞങ്ങൾ ഇനി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷൂ ഞാൻ ഇതൊരു മുന്നേ കണ്ടുവെച്ച് പോയതാണ്. നോക്കണം, എനിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കും. അപ്പം ഉമ്മ എടുത്തൊരു ചെരുപ്പ് ഈ ഒരു മോഡലാണ്. ഇതിൻ്റെ വേറൊരു മോഡൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതെവിടെ അമ്മ? ഇവിടെ എവിടെയോ അമ്മ വേറൊരു മോഡൽ കണ്ടിട്ടുണ്ട്. എവിടെ? ഏറെ ഈ ഒരു മോഡലാ. ഇത് ഞാൻ നോക്കി വെച്ചൊരു മോഡലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നോക്കും. ഇത് രസല്ലേ? ഇതല്ല, ഉമ്മന്റെ ഇവിടെ വേറെ എവിടെ ഉണ്ടായിനോ കാണില്ല. ക്ഷീണിച്ചു. എന്തൊക്കെയാണ് നോക്കണത്? ഏതൊക്കെ ഇഷ്ടമായത്? ഇതാണോ?
ഇതാ ഇഷ്ടമായത് അല്ലെങ്കിൽ അതോ വേണ്ട ജീവ ഞങ്ങക്ക് എന്താ ഇവിടുന്ന് വേണ്ടിയത് അനൂസിന് ഇനി സ്കൂളിലൊക്കെ പോകുമ്പോ എടുക്കണ്ടേ നല്ല രസമില്ലേ ഇത് അതിന്റെ വേറൊരു കളർ ഓക്കെ ഇത് ഭംഗിയുണ്ടോ എവിടുന്നാ വന്നേ എവിടുന്നാ വന്നേ അപ്പോൾ ഗൈസ് നമ്മളെങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഉമ്മൻ്റെ വക എനിക്കൊരു ചെരുപ്പ് കിട്ടി ബാസിക്കാക്കാരോട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ബാസിക്കാക്ക അറിയാം ഞാൻ ചെരുപ്പെടുത്ത വിവരം അല്ലോ ഈ മാസം ഞാൻ 3 ചെരുപ്പ് ഓൾറെഡി എടുത്ത് പെരുന്നാൾ 2 അല്ലാണ്ട് 1 പിന്നെ ഉമ്മൻ്റെ വക ഒരു ചെരുപ്പ് എടുത്തു അപ്പോൾ ടോട്ടലി 4 ചെരുപ്പ് പുറത്ത് പോകാൻ വേണ്ടി എടുത്താട്ടോ ഉമ്മൻ്റെ വക ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞില്ല ഒക്കെ കിട്ടൽ ഫർസൂന് മാത്രമാണ് അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടി അപ്പോൾ തിരിച്ച് വന്നപ്പോൾ വീട്ടിൽ ഫർസു ആശി വന്നിട്ടുണ്ട് നമുക്കൊന്ന് പള്ളിക്ക പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മടവൂർ പറമ്പ് പള്ളിക്കലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാട്ടോ അവൾ ഇനി 2 ദിവസം ഇവിടെ ഉണ്ടാവും ഒക്കെ സിവാപ്പു കിടന്നുറങ്ങാണ് അവൾ വന്നിട്ട് ഞാൻ കുളിപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കിടത്തി ഉറക്കിയതാണ് നല്ല ഉറക്കിലാണ് ഞാനും ഒന്ന് ഫ്രഷായി പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ ഡെയിലി ഒരു 3 പ്രാവശ്യത്തിൽ കുളിക്കണമല്ലോ അപ്പോൾ ഇനി നെക്സ്റ്റ് ഇനി അത് കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണമെന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെ സോയാപ്പ് നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇപ്പോഴത് എഴുതിയിരിക്കുന്നത് മൂത്തൻ്റെ വാവേടേ മുത്തായിൻ്റെ വാവേടേ ഏടെ മുത്തായിൻ്റെ മോളേടെ ഏടെ ശുണ്ടടേടെ ശുണ്ടടേടെ ആള് വച്ചോണേ സിവ എഴുന്നേറ്റിട്ടോ സിവ എഴുന്നേറ്റ് ഇപ്പോൾ മാമിൻ്റെ അടുത്തുള്ളത് ഞാൻ ഫുഡൊക്കെ കൊടുത്തു ഞങ്ങൾ പോവാൻ വേണ്ടി റെഡി ആവാണ് അപ്പോത്തിനേക്ക് എഴുന്നേറ്റല്ലോ ഉമ്മച്ചിൻ്റെ ശുണ്ടടി എഴുന്നേറ്റല്ലോ ഉമ്മച്ചിൻ്റെ ചുറ്റുപടി എണീറ്റല്ലോ ചുറ്റുപടി എണീറ്റല്ലോ ഇഷ്ടം അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പള്ളിക്കലൊക്കെ പോയി നമ്മള് മടവൂരും പോയി പള്ളിക്കലും പോയി അത് കഴിഞ്ഞപ്പോ പാടിയിട്ട് ഞാൻ എന്റെ തൊണ്ട പോയി കുത്തിരിക്കുകയാണ് കാരണം പാട്ട് പാടിയാലേ സിംബാവ് ആക്റ്റീവ് ആവുള്ളൂ അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വന്നതാണ് പക്ഷെ ഈ കാർ ഏകദേശം പൊളിഞ്ഞിട്ടുണ്ട് രണ്ടാളെയും ഗാനമേളം ഉണ്ട് ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആശിന്റെ വക നമുക്ക് ആദാമിന്റെ ചായക്കട പോയിട്ട് നല്ല ഹെവി ഫുഡ് ഉണ്ട് നമ്മള് വെറൈറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആശയാണ് അത് തന്നെ അതൊക്കെ വാങ്ങി തന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ ബില്ല് ഫുള്ള് ബീച്ചില് ഇന്ന് ഫുള്ള് നമ്മൾ ഔട്ടിംഗ് ആണ് കേട്ടോ വാങ്ങി തരൂലേ മുട്ടേണം ചോറ് വെക്കണം കുഞ്ഞിക്കൈ കുമ്പിളി ചോറ് തിന്നേണോ അവളെന്തോ നോക്കി കുത്തിരിക്കാണ് അവിടെ എന്താ ഉള്ളത് പറമ്പ് വാങ്ങാനായിട്ടില്ല കേട്ടോ പറമ്പ് വാങ്ങുമ്പോ പറയും പറമ്പ് വാങ്ങിക്കോട്ടെ നമ്മളാശാത്തി ഉറങ്ങാം അങ്ങോട്ട് പോയിക്കുന്നു ഐസുവിന്റെ കടിച്ചിലാ കേൾക്കണത് അപ്പൊ നമ്മളൊന്ന് പോയി നോക്കട്ടെ ഉമ്മക്ക് ഉമ്മന്റെ ഓക്കെ അതാ വരുന്നോ അന്നെ കൊടുന്നത് എന്തിനാന്നറിയോ അന്നെ കൊണ്ടുപോകുന്നത് എന്തിനാന്നറിയോ എന്നിട്ട് ആ ഷൂ ഒക്കെ നനച്ച് ഷോക്സ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആദാമിൻ്റെ ചായക്കടയിലെത്തി ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ആദാമിൻ്റെ ചായക്കടയിൽ പോകാമെന്ന് അപ്പം ഇന്നാണ് നമുക്ക് ടൈം കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പോഴത്തേക്ക് നമ്മൾ ജോയമോളൊക്കെ എഴുന്നേറ്റ് ജോയമോളൊക്കെ ഫുൾ ഹാപ്പി മൂഡിലായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ജീവ എഴുന്നേറ്റു ജീവയും ഒരുപാട് കളിത്തിരക്കിലായിരുന്നു കേട്ടോ ഫർജോൻ്റെ മുടി പിടിച്ച് വലിക്കുക ജീവക്കൊരു ഹോബിയുണ്ട് മുടി പിടിച്ച് വലിച്ചിട്ട് അത് വായിലേക്കിടാം അത് വല്ല നൂഡിൽസ് ആണെന്ന് അവളെ വിചാരം എൻ്റെ മുടിയൊക്കെ അങ്ങനെ തന്നെ അവൾ ചെയ്യൽ പിന്നെ ആശയും ഉമ്മിയൊക്കെ അപ്പുറത്താണ് ഇരിക്കുന്നത് ഐസും അതേപോലെ തന്നെ ഹാപ്പി മൂഡിലാണ് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്ത് അവനും സെറ്റാണ് കേട്ടോ പിന്നെ അവിടുത്തെ പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ നല്ലൊരു വെറൈറ്റി ആയിരുന്നു അതായത് നമ്മൾ പഴയ കാലത്തെ ഗ്ലാസും
പഴയ കാലത്തെ ഒരു പ്ലേറ്റും അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണല്ലോ ആദാമിൻ്റെ ചായക്കടയിൽ. പിന്നെ നമ്മളവിടെ ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതിനൊക്കെ പേരെന്താണെന്നൊന്നും ഇപ്പം എനിക്കൊക്കെ മറന്നുപോയി ഗൈസ്. പിന്നെ ആശി അപ്പുറത്തിരുന്നിട്ട് നമ്മളെ IPL കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊത്തു പൊറോട്ട ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പാൽക്കപ്പ ഉണ്ടായിരുന്നു, ചെമ്മീൻ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് നമ്മളെ മൊജിറ്റോ. അതായത് ഞാൻ വാങ്ങിയത് പാഷൻ ഫ്രൂട്ടിൻ്റെ ആണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അതായത് സിവു ഒരു സൈഡിൽ നിന്ന്, ഐസു ഒരു സൈഡിൽ നിന്ന്, സോയ ഒരു സൈഡിൽ നിന്ന്, അങ്ങനെ എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കഴിച്ചു. വീട്ടിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സിവുവിനെ ഒന്ന് ഫ്രഷ് ആവണം, എനിക്ക് ഫ്രഷ് ആവണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പം ഇനിയുള്ള വ്ളോഗൊക്കെ ബാസികാക്കനെ വീട്ടിൽ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.